കൂടെ കല്യാണം കഴിക്കാൻ പോകുന്നു പറഞ്ഞാൽ ഞാൻ മാത്രം ഇങ്ങനെ നിക്കണം എന്ന് പറഞ്ഞ അമ്മ BP കൂട്ടുന്നു. നീ ഇറങ്ങി പോ. നീ ചത്താലും ശരി ഞാൻ കല്യാണം വിളിച്ചിട്ടേ പോത്തുള്ളൂ. മമ്മി അങ്ങനെ പ്ലിങ്കുവിന്റെ കല്യാണമായി. ഇനി ഇവിടെ ഒരുത്തി എപ്പോ കെട്ടി എപ്പോ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റുമോന്തോ. ഒരു പ്രായം അങ്ങോട്ട് പോകും തോറും ഒരു കുട്ടി ഉണ്ടാകാൻ എന്തൊരു ബുദ്ധിമുട്ടാ. ഞാൻ എഗ് ഫ്രീസ് ചെയ്യും. എന്തോ നീ എഗ് ഫ്രീസിങ് ഫ്രിഡ്ജ് വെച്ച് സൂക്ഷിക്കാൻ ഇതെന്താ കോഴിമുട്ട വല്ലതാണ്? കോഴിമുട്ട ഫ്രിഡ്ജിൽ വെക്കണ പോലെയല്ല എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീകൾ അവരുടെ കരിയറിൽ ഒരു സ്റ്റേബിൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ, അവരുടെ പഠിത്തം കഴിയുന്ന ഒരു സിറ്റുവേഷൻ, അവർക്കൊരു റൈറ്റ് പാർട്ട്ണറിനെ കണ്ടുപിടിക്കുന്ന സിറ്റുവേഷൻ, പ്രായം കൂടുന്നതനുസരിച്ച് അവരുടെ എക്വാളിറ്റി കുറയും. ഇത് കൊള്ളാലോ സെറ്റപ്പ്. ശ്രദ്ധിക്കുന്നേ, നമ്മൾ നല്ലൊരു പ്രായത്തിൽ വന്ന് എഗ്ഗ് സൂക്ഷിച്ച് വെക്കുക. എപ്പോഴാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുക. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കുന്നത് ബാക്കപ്പ് പ്ലാനാണ്. ഗർഭിണിയാവണമെന്ന് വിചാരിച്ച ഉടനെ ഓടി വന്ന് എഗ്ഗ് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് ട്രൈ ചെയ്തിട്ട് ആവാത്തൊരു അവസരത്തിൽ മാത്രം നമ്മൾ വന്ന് ഈ എഗ്ഗ് ഉപയോഗിച്ചാൽ മതി. സോ കുട്ടി ഉണ്ടാവാൻ വേണ്ടി കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കണമെന്നില്ല. എപ്പോഴാണോ താൻ അമ്മയാവാൻ തയ്യാറാണോ എന്ന് വെച്ചാൽ അപ്പായാൽ മതി. ഓക്കെ. എന്റെ ആയ കാലത്തും എഗ് ഫ്രീസിങ് വല്ലതും ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്ക് നല്ലോണം ആലോചിച്ച് നല്ലൊരു ചെറുക്കനെ കെട്ടിയാൽ മതിയായിരുന്നു. എടി മുട്ട ഒഴുങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെച്ചേ. ഞാനൊക്കെ ആര് കെട്ടും?